അപ്പം മകനിൽ പോലും അവിഹിതം കണ്ടെത്തുന്ന നിങ്ങളുടെ കണ്ണാണ് പരിശോധിക്കേണ്ടത്. അതെ, 9ാം ക്ലാസ്സുകാരിയാണ്. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ട്വിറ്ററിൽ എന്നെക്കുറിച്ച് കുറിച്ചിട്ടുണ്ടെങ്കിൽ 9ാം ക്ലാസ് വിദ്യാഭ്യാസത്തിനല്ല അവിടെ വില. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് സന്തോഷം തോന്നി. ഇനിയിപ്പം ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ ഞാൻ തന്നെ പറഞ്ഞു തരാം. കണ്ണനെ വിട്ട് ഞാൻ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുത്തപ്പൻകാവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന കമന്റ് കണ്ണനെ വിട്ട് മുത്തപ്പനെ പിടിച്ചോ എന്നായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത കമന്റ് കണ്ണനെ വിട്ട് അയ്യപ്പനെ പിടിച്ചോ എന്നുള്ള കമന്റ് എന്തായാലും വരും, അതെനിക്ക് ഉറപ്പുള്ളതാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഭക്തി എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അത് ആരാ നമ്മൾ എങ്ങനെ നമ്മൾ ആ ഭക്തി കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ സ്വന്തം സ്വാതന്ത്ര്യമാണ്. അത് നമുക്ക് കൃഷ്ണനോടുള്ള ഭക്തിയാവാം, അയ്യപ്പനോടുള്ള ഭക്തിയാവാം, അതേപോലെ മുത്തപ്പനോടുള്ള ഭക്തിയാവാം, ദേവിമാരോടുള്ള ഭക്തിയാവാം. അപ്പം എനിക്ക് അയ്യപ്പൻ ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഒരു കുഞ്ഞു പ്രണയത്തിൽ ഒരു അയ്യപ്പനെ സ്നേഹിച്ച ഒരു മാഷ് ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ആ മാഷ് അയ്യപ്പനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. ഭയങ്കര ഭക്തനായിരുന്നു. പക്ഷെ അയ്യപ്പൻ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഇപ്പോഴാട്ടോ കാണാനൊക്കെ പറ്റി. അവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. അയ്യപ്പൻ ഉണ്ടായിരുന്നു, വാവരുപള്ളി ഉണ്ടായിരുന്നു, കരിമല ഉണ്ടായിരുന്നു, നീലിമല ഉണ്ടായിരുന്നു. അങ്ങനെ പിടിച്ച എല്ലാ അവിടെ കണ്ടപ്പം എന്താ പറയുക, ശബരിമലയിൽ പോയാൽ അങ്ങനെയാണോ തൃപ്തി കിട്ടുക എന്നൊന്നും എനിക്കറിയില്ല. എനിക്കും പോകാൻ പറ്റൂല എന്ന് ഇനിയിപ്പോൾ ജസ്റ്റ് ശബരിമലയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് നിന്നാലും പറയണ്ട കേട്ടോ. പക്ഷേ നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് അവിടെ പോയി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരോട് അത് നമ്മുടെ എന്താ പറയുക മനസ്സിൻ്റെ തൃപ്തിയാണ്. എന്ന് വെച്ച് ഞാൻ അയ്യപ്പനെ കാണാനൊന്നും പോകുന്നുമില്ലേ, അതും ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു അയ്യപ്പ വിളക്കിന് വന്നപ്പം ഒരുപാട് സന്തോഷം. അതിനെന്നെ ക്ഷണിച്ച രാജേട്ടനോട് അതിലേറെ സന്തോഷമുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലാട്ടോ ഈ ഒരു അമ്പലവും വരുന്നത്. അപ്പോൾ അതും എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം കണ്ണൻ കാരണം കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ് ഇതെല്ലാം. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ ഇങ്ങനൊരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റിയത് അത് കണ്ണനായിട്ട് തോന്നിപ്പിച്ചത് അവരെ കൊണ്ട്. അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ അവിടെ അയ്യപ്പനെ സമർപ്പിക്കാതെ കണ്ണനെ, എന്തുകൊണ്ട് അയ്യപ്പൻ്റെ ഒരു പരിപാടിക്ക് കണ്ണനെ സമർപ്പിച്ചു എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരമാണത്. കണ്ണൻ്റെ എന്താ പറയുക തവൈയായിട്ട് കിട്ടിയ, അല്ലെ തവൈ എന്ന് പറയുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ, കണ്ണൻ ത്രൂ കിട്ടിയൊരു ഓഫറാണ്. അപ്പം കണ്ണനെയും ഞാൻ കൊടുത്തു, പിന്നെ അയ്യപ്പനായിട്ട് ഒരു വിളക്കും കൊടുത്തു. അതാണ്. ഇപ്പോൾ ഈ കമന്റ് ഇട്ട് കണ്ടാണ്ട് ഇപ്പോൾ ഇടയ്ക്കില്ല ജീവിതം മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാറുള്ളത്? ഇവിടെ മടുത്തോണ്ട് ഒരു മനുഷ്യന് ജീവിതം മടുത്തു എന്ന് പറയാനും ആ മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം ഭൂമിയിൽ ആ മനുഷ്യനെ അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് ഈ കളിയാക്കി മെസ്സേജ് അയക്കുന്ന ആരെങ്കിലും ഒരാൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഈ അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ വല്ലാത്തൊരു വിഷമം. കാരണം അച്ഛനുമായിട്ട് ഞാൻ അങ്ങനെ നിൽക്കുന്നതായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് വണ്ടിയിൽ വരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ ഏതൊരു വീഡിയോൻ്റെ താഴെയും സ്ഥിരമായിട്ട് വരുന്നൊരു കമൻ്റ് ഉണ്ട്, നീ ചത്തില്ലേ എന്ന് ചോദിച്ചിട്ട്. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാളാണ് അവർക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതായിരിക്കും. ആ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന അവർക്ക് അറിയക്കൊള്ള അവർ നീ ചത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരെയൊക്കെ ശരിക്കും നമ്മൾ മനുഷ്യഗണത്തിൽ കൂട്ടേണ്ട ആവശ്യമുണ്ടോ? അറിയാത്തതുകൊണ്ട് ചോദിക്കുക. നിങ്ങളൊക്കെ ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തല്ലുകൂടുമ്പോൾ നിങ്ങൾക്കൊന്ന് മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിച്ചൂടെ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാവരും എന്നോട് ചോദിക്കും, നീട്ട് ചാവുന്നില്ലേ, ഇനി അടുത്ത ആത്മഹത്യാ നാടകപ്പയാണ്, നിന്നെ ഒന്ന് ചത്ത് കിട്ടിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ലേ, എനിക്ക് എനിക്ക് 2 മക്കളുണ്ട്, അവരുടെ ഭാവി. നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മ ഇല്ലാതെ ഒരു ദിവസം നിൽക്കാൻ നിങ്ങൾക്കൊണ്ടൊക്കെ പറ്റുമോ? അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എൻ്റെ മക്കളുടെ കാര്യം. അതെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ട് ഇത്തരത്തിലുള്ള വാക്കുകളും ഇത്തരത്തിലുള്ള കുത്തുവാക്കുകളൊന്ന് നിങ്ങൾക്ക് നിർത്തിക്കൂടെ? ഇപ്പോൾ ഈ ഗുരുവായൂർ പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിലക്കൊക്കെ കിട്ടി. അപ്പോൾ ആ വിലക്ക് എനിക്ക് ഒരു വിലക്കും ഇല്ലല്ലോ ഗുരുവായൂർ പോകുന്നതിന്.
എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിന് ഇപ്പോഴും ഒരു വിലക്കും ഇല്ല കേട്ടോ. അതൊക്കെ പലരുടെയും തെറ്റിദ്ധാരണയാണ്. കൊടിമരത്തിൻ്റെ അടുത്ത് വരെ ഏത് മതസ്ഥർക്കും പോവാം. കൊടിമരത്തിൻ്റെ അപ്പുറത്തേക്കാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്തത്. ഞാൻ ഇന്നും ഗുരുവായൂർ പോയിട്ട് ഫോട്ടോ സമർപ്പണം ചെയ്തിട്ട് വരികയാണ്. അതും ഫോട്ടോ സ്പോൺസർ ചെയ്തത് ഒരു മുസ്ലിം സ്ത്രീയാട്ടോ. അവർ ഗൾഫിലെന്തോ അവരൊരു എന്തോ ഒരു ഷോപ്പ് തുടങ്ങിയിരുന്നു, അത് അവർ വിചാരിച്ച കാര്യം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇന്ന് ചെയ്യിച്ചതാണ്. അപ്പോൾ എനിക്ക് ഗുരുവായൂരേക്ക് ഒരു വിലക്കുമില്ല. വിലക്ക് തരേണ്ടത് മനുഷ്യരല്ല, കണ്ണനാണ്. അത് ഒരിക്കലും എനിക്ക് കണ്ണൻ വിലക്ക് തരൂല എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ടല്ലേ എവിടെയും ഞാൻ തായാതെ മുകളിലോട്ട് കയറി പോകുന്നത്. ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ മകനെ മാസ്ക് ഇട്ടാണ് വീഡിയോ എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മാസ്ക് ഇട്ടിട്ട് വീഡിയോ ഇടുന്നത്? അതെന്തുകൊണ്ടാ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാലോ, ഹിന്ദു സമുദായത്തിൽ നിന്നും മുസ്ലിം സമുദായത്തിൽ നിന്നും എനിക്ക് ശത്രുക്കൾ ഒരുപാടുമുള്ള ആൾക്കാരാണ്. അപ്പം നമുക്കൊക്കെ ഈ പണ്ടുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്, അമ്മയെ കരയിക്കണേ കൊച്ചിനെ നുള്ളിയാൽ മതി എന്ന് പറയും. ഒരു കുഞ്ഞു കുട്ടിയെ നുള്ളുമ്പോൾ പെടയ അമ്മയുടെ മനസ്സാണ്. അപ്പം ഇവരെ ഞാൻ മാസ്ക് ഇടാതെ പുറത്ത് കാണിക്കുന്ന സമയത്ത് എന്നോടുള്ള ദേഷ്യം അവരോട് അവർ തീർക്കും. പിന്നെ അതുമല്ലാതെ അവരുടെ സ്വതന്ത്ര സഞ്ചാരത്തിന് അത് വലിയൊരു വിലങ്ങുതടിയായി മാറും. കാര്യം എന്താ വെച്ചാൽ, അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. പോകുമ്പം ചോദിക്കും, ജസ്ന സലീമിൻ്റെ മോനല്ലേ, ജസ്ന സലീമിൻ്റെ മോളല്ലേ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ സെൽഫി എടുക്കുന്നവരായിരിക്കും, ചിലപ്പം അഭിപ്രായങ്ങൾ പറയുന്നവരായിരിക്കും, ചിലപ്പം കുറ്റപ്പെടുത്തുന്നവരായിരിക്കും. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മക്കൾക്ക് മോന് മദ്രസയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് വന്നതിന് ശേഷമാണ് മക്കൾ മാസ്ക് ഇട്ട് സോഷ്യൽ മീഡിയൻ്റെ മുമ്പിലേക്ക് മാത്രമേ മാസ്ക് ഇട്ട് വരാറുള്ളൂ കേട്ടോ. ഇപ്പം ഇല്ല, എൻ്റെ മക്കൾ മോന് 2ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു. ഉസ്താദിൻ്റെ പീഡനം കൊണ്ട് ആ മദ്രസ വിദ്യാഭ്യാസം അവിടെ വെച്ച് നിർത്തി. എൻ്റെ മോൾക്ക് മദ്രസ എന്താണെന്ന് അറിയ പോലുമില്ല, മോള് മദ്രസയിൽ പോയിട്ട് പോലുമില്ല. അത്യാവശ്യമുള്ള കാര്യം അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ അറബി ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്രാവശ്യം അവൾ എന്നോട് പോലും പറയാതെ അവൾ മലയാളത്തിന് കൂടിക്കാൻ എന്നോട് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റൂലമ്മ അറബി, അറിയാത്ത കാര്യത്തിന് എന്തിനാ അമ്മ പിന്നെയും അടിയോ അടിക്കുന്നത് ടീച്ചറോട് എന്ന് പറഞ്ഞിട്ട് അവൾ മലയാളത്തിന് ചേർന്നു. അത്രത്തോളം അവർക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് അവർ മാസ്ക് ഇട്ട് മുമ്പിലേക്ക് വരുന്നത്. ഞാനും എൻ്റെ മോനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലും അവന് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ വന്നത് വളരെ മോശമായിട്ടുള്ളൊരു കമൻറ്റ്. കാരണം ഞാൻ പുതിയൊരുത്തന സോഷ്യൽ മീഡിയയുടെ തെറി പേടിച്ചിട്ട് പുതിയൊരു ജാരന മാസ്ക് ഇട്ടിട്ട് ഇറക്കിയതാണ്. സ്വന്തം മകനെപ്പറ്റി, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മകനെപ്പറ്റി പറഞ്ഞൊരു വാക്കാണത്. അപ്പം മകനിൽ പോലും അവിഹിതം കണ്ടെത്തുന്ന നിങ്ങളുടെ കണ്ണാണ് പരിശോധിക്കേണ്ടത്. നിങ്ങൾക്കെല്ലാം മഞ്ഞയായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ്, അല്ലാതെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായതുകൊണ്ടല്ല. നിങ്ങൾക്ക് ഞാൻ എൻ്റെ വാപ്പയുടെ കൂടെ നടന്നാൽ അതൊരു ജാരനായി, എൻ്റെ മകൻ്റെ കൂടെ നടന്നാൽ അത് ജാരനായി, എൻ്റെ സഹോദരൻ്റെ കൂടെ നടക്കുമ്പോൾ അതും എനിക്ക് നിങ്ങൾ ജാരനായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, നിങ്ങളുടെ കണ്ണിനാണ് പ്രശ്നം, അല്ലാതെ എനിക്കല്ല പ്രശ്നം എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ ഇതുകൊണ്ടാണോ 9ാം ക്ലാസ്സിൽ പഠനം നിർത്തിയെന്ന് പറഞ്ഞു കേട്ടപ്പോൾ? അതെന്താണ്? ഇല്ല, ഞാൻ 9ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്താൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് എന്നെ കുറ്റക്കാരിയാക്കിയത് കൊണ്ടാണ് 9ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തിയത്. പിന്നീട് വിവാഹം കഴിച്ചു, പിന്നീട് പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഞാൻ അനുഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, 9ാം ക്ലാസ്സുകാരിയല്ലേ ഇവക്ക് ഇത്രയൊക്കെ കൾച്ചർ ഉണ്ടാവും എന്ന് പല സ്ത്രീകളും അങ്ങനെ കളിയാക്കിയിട്ടും മക്കാറാക്കിയിട്ടും എന്താ പറയുക പുച്ഛിച്ചിട്ടും സംസാരിച്ചിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, അതെ 9ാം ക്ലാസ്സുകാരിയാണ്, പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ട്വിറ്ററിൽ എന്നെക്കുറിച്ച് കുറിച്ചിട്ടുണ്ടെങ്കിൽ 9ാം ക്ലാസ് വിദ്യാഭ്യാസത്തിനല്ല അവിടെ വില, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനാണ് അവിടെ വില. ഞാൻ നല്ലൊരു ദൈവവിശ്വാസി തന്നെയാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ, അല്ലാത്ത പക്ഷം ഒന്നും നടക്കൂല. 9ാം ക്ലാസ്സുകാരി എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുമ്പോൾ ബിരുദാനന്തര ബിരുദം എടുത്ത നിങ്ങളൊക്കെ എന്തേ എവിടെ എത്തിപ്പെടാതായിപ്പോയത്? എന്തേ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാതായിപ്പോകുന്നത്? അപ്പം നിങ്ങൾ ചിന്തിക്കുക, 9ാം ക്ലാസ് അല്ല, നമ്മളുടെ ഹാർഡ് വർക്കാണ്, ദൈവത്തിൻ്റെ കയ്യൊപ്പാണ് ഏറ്റവും വലുത് എന്നുള്ളത്.